وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ഞാൻ മുമ്പ് നിങ്ങൾ പറയണ്ടേ ഇങ്ങനെ തൻഹല്ലു ബിഹിൽ ഉഖദ് തൻഫലിൽ ബിഹിൽ ഖുറബ് തുഖദാ ബിഹിൽ ഹവായിജ് തുനാലു ബിഹിൽ റഗായിബ്. ആ ബിഹി ബിഹി എന്നൊക്കെ പറയുമ്പോൾ മദീനത്തിൽ നിങ്ങളെ മനസ്സൊന്ന് പോകാന്ന് പറയില്ല. എന്ന് ഞാൻ പറയാൻ മാറും. നിങ്ങൾ അത് ചിന്തിച്ചേ തന്നെ അത് ചിന്തിച്ചേ ഞാൻ ഒറ്റ സ്ഥലത്ത് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ റസൂലുള്ളാഹിനെ കൊണ്ട് ഈ പറഞ്ഞ അസുഖങ്ങൾ മാറണം, ആ പ്രയാസങ്ങൾ ഇവിടെ ഗൾഫിലെല്ലാം പ്രതിസന്ധി തീരണം, മനസ്സിൽ ഇങ്ങനെ മദീന ഇങ്ങനെ കാണുക, റൗള ഇങ്ങനെ കാണുക, അങ്ങനെ ചില്ല. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. الله قبول أكبر ربي وجبنا ربينا കല്യാണം ആഴ്ച നടക്കുന്നു. അള്ളാഹു നല്ല സന്തോഷത്തോടെ നടത്താൻ തൗഫീഖ് നൽകട്ടെ. അവന് 3000 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 6 മാസത്തിൽ 280. അള്ളാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ, അള്ളാഹു സന്തോഷം നൽകുമാറാവട്ടെ, കുടുംബ ജീവിതത്തിൽ അള്ളാഹു വലിയ തൗഫീഖും റാഹത്തും നൽകുമാറാവട്ടെ. ഇൻഷാല്ലാഹ് ദുആയിട്ടാണ്. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധാരണ തരലുണ്ടല്ലോ, അത് ചോദിച്ചാതെ പോയാൽ അത് പ്രശ്നമാണ്. എന്തും ചോദിച്ചില്ല നമുക്ക് തരാൻ കഴിയില്ല. ആ പ്രശ്നം തീർക്കാൻ വേണ്ടി നമ്മൾ കയ്യിൽ തന്നാൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു കയ്യിൽ തരാത്തവർക്ക് വേണം സൗകര്യം കേട്ടോ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം പൈസ ഇല്ലാത്ത നോക്കിയിട്ട് മൊബൈൽ ഓണാക്കി ഇതുമ്പോൾ വിളിച്ചാറിഞ്ഞാൽ മതി. സല്ലല്ലാഹു അലൈഹി വസല്ലം. അടി ഇന്നാലെ പടി ഇരിക്കല്ലേ ഞാനോട് നല്ല നിൽക്കേണ്ടത് സ്ഥിരമായി എത്തുന്ന
ശാരീരികമായി പ്രയാസം നമുക്കറിയാലോ. അള്ളാഹു തആല പൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ, പൂർണ്ണ ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. അതുപോലെ രോഗങ്ങൾ എല്ലാവർക്കും അള്ളാഹു തആല അതുപോലെ നമ്മളെ ഒക്കെ ഷിഹാബിൽ ഉമ്മാക്ക് ഒരു ഓപ്പറേഷൻ ദിവസം നടക്കുകയാണ്. അള്ളാഹു തആല പ്രയാസങ്ങളില്ലാതെ വളരെ പെട്ടെന്ന് ചെയ്ത് സുഖപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആ കുട്ടികള് ഇരിക്കോ, കുട്ടികൾ ഇരിക്കോ, കുറച്ച് പേർക്കുള്ളൂ വളരെ ആമി കിട്ടാൻ. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة النبي سيدنا وحبيبنا ومصطفانا محمد صلى الله عليه وسلم وسائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وإلى أرواح أهل الخير كلهم يا رب العالمين. اللهم يسر عسيرنا وسهل أمورنا وحسن مقاصدنا وأد ديوننا واشفنا واشف مرضانا واشفنا واشف مرضانا واشفنا واشف مرضانا بحقوق هؤلاء الشرفاء المذكورين. اللهم وإلى أرواح من مات منا من آبائنا وأمهاتنا وإخواننا وأخواتنا وجدنا وجداتنا وخالنا وخالاتنا وعمنا وعماتنا وسائر أقاربنا يا رب العالمين. اللهم اجعل قبورنا وقبورهم روضا من رياض الجنان ولا تجعل قبورنا ولا قبورهم حفرا من حفر النيران. اللهم اجعلنا واجعلهم من أهل الجنة ولا تجعلنا ولا تجعلهم من أهل النار. റഹ്മാനായ സയ്യിദായ അൽ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബേ, ഇത്രയും സമയം എന്റെ പള്ളിയിൽ എഴുത്തിക്കാവിന്റെ നിയ്യത്തോടുകൂടി ഞങ്ങൾ ഇരുന്ന് ഞങ്ങൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും നീ കബൂലാക്കണേ റഹ്മാനെ. നാളെ മീസാൻ എന്ന ത്രാസിൽ വെച്ച് തൂക്കുമ്പോൾ വലിയ കനമുള്ള ഇബാദത്തായി ഞങ്ങൾ ഇതൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. അവസാന കാലത്തെ ചണ്ടി ചവറുകളാണ് ഞങ്ങൾ, ഒന്നിനും കൊള്ളാത്തവരാണ്. ഈമാൻ തീരെ ഖനമില്ല, വളരെ നൈധാരമായ ഈമാനാണ്. അമലുകളാണെങ്കിലോ തീരെ ഇഖ്ലാസില്ലാത്ത അമലുകളാണ്. പടച്ചോനെ, ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ല അല്ലാഹ്, ഞങ്ങളെ പരാജയപ്പെടുത്തല്ല റഹ്മാനെ. ഞങ്ങളെല്ലാ അമലുകളും വലിയ ഖനമുള്ള ഈമാനാക്കി മാറ്റി, അമലാക്കി മാറ്റി, ഞങ്ങളെ ഈമാൻ നല്ല കട്ടിയുള്ള ഈമാനാക്കി മാറ്റി ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്, ഞങ്ങളെ ഏറ്റെടുക്കണേ റഹ്മാനെ. ഈ പരിശുദ്ധ റമദാൻ ചെയ്തതൊക്കെയും ഈ ഈദുൽ ഫിത്ർ ചെയ്തതൊക്കെയും ജീവിതത്തിൽ ചെയ്തതൊക്കെയും നീ കബൂലാക്കണേ റഹ്മാനെ. വന്നുപോയ എല്ലാ പോരായ്മകളും സല്ലാത്തുകളും ഞങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാഹ്, ഭാര്യമാർക്ക് പൊറുക്കണേ അല്ലാഹ്, ഞങ്ങളുടെ പ്രവാസികൾക്ക് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വല്യപ്പന്മാര്, അമ്മോശൻ അമ്മായിമാര്, അമ്മായികള്, അമ്മാവന്മാര് തുടങ്ങി ഞങ്ങളുമായി രക്തബന്ധമുള്ളവർ, കെട്ടുബന്ധമുള്ളവർ, അയൽപക്ക ബന്ധമുള്ളവർ എല്ലാവർക്കും നീ പൊറുക്കണേ അല്ലാഹ്, എല്ലാവർക്കും നീ പൊറുക്കണേ റഹ്മാനെ. പടച്ചോനെ, രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന പലതും പറഞ്ഞു, എല്ലാവരെയും നിനക്കറിയാം, അവരുടെ രോഗത്തിന്റെ സ്ഥിതി നിനക്കറിയാം. അവർക്കെല്ലാവർക്കും നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്, പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്, പൂർണ്ണ ആഫിയത്ത് നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഒന്ന് മരിച്ചു കിട്ടിയാൽ തരക്കേടില്ല, കുടുങ്ങിയല്ലോ എന്ന് കുടുംബം പറയുന്ന അവസ്ഥയിൽ ഞങ്ങളിൽ ഒരാളെയും ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാളെയും നീ കിടത്തല്ല അല്ലാഹ്.
പടച്ചോനെ റോട്ടിൽ ചതഞ്ഞരഞ്ഞു മരിക്കുന്നത് ഇങ്ങനെ കാണുകയാണ്. ഞങ്ങൾ ആ കൂട്ടത്തിൽ പെടുത്തല്ല റഹ്മാനെ, മക്കളെ പെടുത്തല്ല അല്ലാ, ശിഷ്യന്മാരെ പെടുത്തല്ല റഹ്മാനെ, ഞങ്ങളുമായി ബന്ധമുള്ള ഒരാളെ പെടുത്തല്ല അല്ലാ. എല്ലാ ആഫാത്ത് മുസീബാത്ത് എടങ്ങേറുകൾ ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ റഹ്മാനെ. പടച്ചോനെ 1000 ചോദിച്ചപ്പോൾ 1000, 500 ചോദിച്ചപ്പോൾ 500, 250. അതുപോലെ അവസാനം കയ്യിൽ സ്വതന്ത്ര തന്നവർ ഉണ്ടായിട്ടല്ല, ദീന് നടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നതാണ്. എല്ലാവർക്കും നീ വലിയ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഉള്ളതിനേക്കാൾ കൂടുതൽ അവർക്ക് നീ വലിയ ബറക്കത്തിലൂടെ നൽകണേ റഹ്മാനെ. വലിയ സന്തോഷം നൽകണം അല്ലാഹ്, വലിയ റാഹത്ത് നൽകണം റഹ്മാനെ. പടച്ചറബ്ബേ ഞങ്ങളെ നീ മാനക്കേടിലാക്കല്ല അല്ലാഹ്. ഞങ്ങൾ ഓരോ വിഷയങ്ങളും ഇന്ന് വരെ നടന്നത് ഇസ്സത്തോടു കൂടിയാണ്. ഇനിയും മരണം വരെ ഇസ്സത്തോടുകൂടി ഞങ്ങൾ ചെയ്യേണ്ട ബാധ്യതകൾ കൃത്യമായി പൂർണ്ണമായി ഭംഗിയായി നടത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമല്ലാ. പടച്ചോനെ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണമല്ല, ആലിമീങ്ങളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഇവിടുന്ന് പഠിക്കാൻ പോകുന്ന ഏതാനും മുത്താലിമുകളുണ്ട്. ആ മുത്താലിമുകളെ ഉന്നത സ്ഥാനത്ത് നീ എത്തിക്കണമല്ല. 2 വിദ്യാഭ്യാസവും പഠിച്ച് നാട്ടിലും സമൂഹത്തിലും പ്രസ്ഥാനത്തിലും മാതൃകയാവാൻ നേതൃത്വം നൽകാൻ അവർക്ക് നീ തൗഫീഖ് നൽകണമല്ലാ. പടച്ചോനെ ഈ കുട്ടികളെ 1ാം ക്ലാസ്സിൽ ചേർക്കുന്ന അഡ്മിഷന്റെ സമയമാണ്. ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ കുട്ടികളെയും ഇവിടെ എത്തിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമല്ലാ. പടച്ചോനെ ഞങ്ങളുടെ മനസ്സിൽ ISP എപ്പോഴും ഉണ്ടാവും, ഞങ്ങളുടെ പള്ളി എപ്പോഴും ഉണ്ടാവും. ഇത് നേരത്തെ നേതൃത്വം കൊടുത്തിരുന്ന നമ്മളെ ആലികുട്ടിയാക്കാം റബ്ബേ. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമല്ലാ, സന്തോഷം നൽകണം റഹ്മാനെ. ആലികുട്ടിയാക്കാന്റെ കൂടെ ഒരുപാട് കാരണവന്മാർ, പേര് പറയുന്നില്ല, എല്ലാവരെയും മുഖം മനസ്സിൽ ഇങ്ങനെ വരുന്നു. എല്ലാവർക്കും നീ സന്തോഷം നൽകണം റഹ്മാനെ. അവർ നമ്മളെ ചെയ്യുന്നത് കണ്ട് ആസ്വദിക്കുന്നവരാകണം. അല്ലാഹുവിന്റെ കൂലി ഇതിന്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണമല്ലോ. അവർക്ക് നീ റാഹത്ത് നൽകണം റഹ്മാനെ. പടച്ചോനെ എന്നായാലും മരിക്കും, എന്നാണ് ദിവസം കിട്ടിയിട്ടില്ല, ഡേറ്റ് കിട്ടിയാൽ പിന്നെ ഞങ്ങളെ മറ്റു ഒരു വിഷയത്തിൽ കിട്ടൂലല്ലോ. അതുകൊണ്ട് ഇന്ന് തന്നെ പോകാൻ തയ്യാറാകുന്നവർക്ക് തയ്യാറാകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണം നൽകല്ല റഹ്മാനെ, പെട്ടെന്നുള്ള മരണം നൽകല്ല അല്ലാഹ്. കാര്യങ്ങളൊക്കെ ചെയ്ത് പൊരുത്തപ്പെടിക്കാണോ പൊരുത്തപ്പെടിച്ച്, കൊടുക്കാണോ കൊടുത്ത്, ഏൽപ്പിക്കാണോ ഏൽപ്പിച്ച് സന്തോഷത്തോടെ കുടുംബത്തിന്റെ മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി സ്വർഗ്ഗം ഭരിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാർക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, ഞങ്ങളുടെ മക്കൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, ഞങ്ങളുടെ ശിഷ്യന്മാർക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇവിടെ കൂടിയ ഞങ്ങളെല്ലാ പ്രസ്ഥാന ബന്ധുക്കൾക്കും പള്ളിയുമായി ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ വിഷയത്തിലും സഹകരിക്കുന്ന ഞങ്ങളെല്ലാ കൂട്ടുകാർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. മുത്തുനബിയുടെ ചാരത്ത് പതികളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒത്തുകൂടാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, എന്നാലും അവരെ സ്നേഹിക്കുന്നവരാണ്. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അവരെ കൂട്ടത്തിൽ ഞങ്ങളെ കൂട്ടണേ അല്ലാഹ്, നീ കൂട്ടണേ റഹ്മാനെ. പടച്ചറബ്ബേ ഞങ്ങൾ അവസാനത്തെ ഈദുൽ ഫിത്റാക്കാതെ, ഈ കഴിഞ്ഞ അവസാനത്തെ റമദാനാക്കാതെ ഒരുപാട് ഈദുൽ ഫിത്റുകൾ, ഒരുപാട് റമദാനുകൾ സ്വീകരിക്കാനും നല്ല നിലയ്ക്ക് യാത്രയാക്കാനും നീ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം നൽകണം അല്ലാഹ്. ഇതിന്റെ 1 മുതൽ 30 വരെ 29 വരെ നോമ്പ് തുറക്കി സഹായിച്ചവർ, അത് ഹെൽപ്പ് ചെയ്തവർ, അതൊരുക്കാൻ വേണ്ടി ഓടിപ്പാടി നടന്ന പ്രവർത്തകർ, എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. ശമ്പളം കിട്ടുമെന്ന് വിചാരിക്കാതെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവർക്കൊക്കെ നല്ല ആഫിയത്ത് നൽകണമെന്ന ഞങ്ങൾ കാരണവന്മാരാകുന്ന അലി ഹാജിയും ചീക്കോടൻ ഹാജിയും നമ്മുടെ ബാപ്പുവും അങ്ങനെ തുടങ്ങി ഞങ്ങളെല്ലാ എല്ലാ കാരണവന്മാർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ നൽകണേ റഹ്മാനെ. ചെറുപ്പക്കാർക്ക് നല്ല സന്തോഷം നൽകണമെന്ന, പ്രവാസികൾക്ക് നീ സമാധാനം നൽകണം റഹ്മാനെ. സലാമത്ത് നൽകണമെന്ന, സലാമത്ത് നൽകണം റഹ്മാനെ. അവർക്ക് നീ രക്ഷ നൽകണമെന്ന, അവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകും. ഞങ്ങൾക്ക് എല്ലാവർക്കും നീ സലാം
കറാമത്ത് നൽകണം റഹ്മാനെ. മുസ്ലിങ്ങളെ കൊന്നൊടുക്കണമെന്ന് ചിന്തിച്ചാരെങ്കിലും ഇറങ്ങിയെങ്കിൽ അവരെ ഫറോവയെ കൈകാര്യം ചെയ്യുന്ന നീയാണ്, അതുപോലെ ഖാറൂനെ കൈകാര്യം ചെയ്യുന്ന നീയാണ്. ആ നിലക്കൊക്കെ കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിയുമല്ലോ. പക്ഷെ ഞങ്ങളുടെ ഈമാന്റെ കുറവുകൊണ്ട് പരീക്ഷണമായിരിക്കാമെന്ന് ഞങ്ങൾ കരുതുകയാണ്. പടച്ചറപ്പെ ആ നിലക്കൊക്കെ കൈകാര്യം ചെയ്ത് ഈ ദീനിന് ഇസ്സത്തുള്ള ഒരു അവസ്ഥ നീ ഉണ്ടാക്കി തരണം. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم امتنا في ليلة الجمعة او في نهارها مع الايمان والتوبة. اللهم اجعل اخر كلامنا عند الموت قول لا اله الا الله. توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. وبحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد. പതിമൂന്ന് മുത്താലിങ്ങൾ ഇവിടുന്ന് പഠിക്കാൻ വേണ്ടി പോകും. 9 ആളുകൾ. അവർക്ക് ഡ്രസ്സ് കൊടുക്കാൻ ഉദ്ദേശിച്ചു. ഏകദേശം 7 കൂട്ടം ഡ്രസ്സായിട്ടുണ്ട്. ആ കുട്ടികൾ വലിയ സന്തോഷമാണ്. ആ 2 കൂടി നിങ്ങൾ കൂടി നിൽപ്പ് ചെയ്യണം. അതുപോലെ ഒരു വക്ത് പിരിവ് എന്ന് പറഞ്ഞ് പാവപ്പെട്ട മാലിന്യങ്ങൾക്കുള്ളൊരു പിരിവുകൂടെ നടന്നു. അവർക്ക് അത് 3510 കിട്ടി. അത് സഹായിച്ച മുഴുവൻ ആളുകളും അള്ളാഹു വലിയ ബർക്കത്തും മാറാവട്ടെ. വെള്ളിയാഴ്ചയാണ്. ആ ബോധം എല്ലാവർക്കും വേണം. നേരത്തെ തന്നെ എത്താൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ വെള്ളിയാഴ്ച എത്രയോ ആളുകൾക്ക് അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ നൽകുമാറാവട്ടെ.